നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നും നാം ചെല്ലുന്നിടത്തൊക്കെയും ജയോത്സവത്തോടെ നമ്മെ നിർത്തുകയും നമുക്കായി കരുതുകയും നമ്മെ കൈപിടിച്ച് നടത്തുകയും വീഴാതെ വണ്ണം മഹിമാസന്നിധിയിലെത്തുവോളം നമ്മളെ കാക്കാമെന്ന് വാക്ക് പറഞ്ഞ അരുമനാഥൻ ഓരോ ദിവസവും ആ വാഗ്ദത്തം വിശ്വസ്തയോടെ നിറവേറ്റുകയും ചെയ്യുന്നതിന് എത്ര ദൈവത്തോട് നാം കടപ്പെട്ടിരിക്കുന്നു, എത്ര സ്തുതിച്ചാലും ആ കടപ്പാട് നാം തീരുകയില്ല. അതിന് തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് ദൈവത്തോട് നന്ദിയും സ്തുതിയും സ്തോത്രവും പറഞ്ഞ് വിശ്വസ്തരായിരിക്കാനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് കർത്തൃദിവസം കൂടിയായിരിക്കയാൽ ഒരു കർത്തൃദിന ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാല് വെച്ചെടുത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് പറഞ്ഞു. 3-4 കൂട്ടം കാര്യങ്ങൾ ലളിതമായ ചിന്തകളാൽ നമുക്ക് വിശദീകരിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങളെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. യാക്കോബ് ലാബാനോട് പറയുന്നൊരു വാക്കാണത്. എന്താ പറയുന്നത്? യാക്കോബ് പറയുന്നു, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാല് വെച്ചെടുത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എത്ര പ്രാഗൽഭ്യത്തിൻ്റെ വാക്കാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയേ. ചുമ്മാ തമ്മിത്തനുണ്ടാക്കുമ്പോൾ വഴക്ക് കൂടുമ്പോൾ വിളിച്ചു പറയുന്ന പാഴ്വാക്കുകളല്ലത്. പരമാർത്ഥമായ സത്യം യാക്കോബ് ലാബാനോട് പറയുക. യാക്കോബ് ലാബാൻ്റെ അടുക്കൽ ചെല്ലാനുണ്ടായ കാരണം, ലാബാൻ്റെ അടുക്കൽ താൻ ആയിരുന്ന കാലഘട്ടം, എന്തിനു വേണ്ടി താൻ അവിടെ ആയിരുന്നു, താൻ അവിടെ എത്രത്തോളം അധ്വാനിച്ചു, അതിനിടയിൽ സംഭവിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വേദപുസ്തകം തുടർമാനമായി വായിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ആ നിലവാരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ വാക്കുകൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശദീകരിക്കാം. ഇവിടെ യാക്കോബ് പറയുന്ന വാക്ക് കേട്ടോ. ലാബാൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ദാസ്യവേലയ്ക്ക് വേണ്ടി ആടുകളെ തീറ്റാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് ചെന്ന് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത്. അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് അങ്ങയുടെ ആടുകളെ തീറ്റാം എന്ന് ഏറ്റ് ആ പണി തുടങ്ങുമ്പോൾ അങ്ങയ്ക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. സമ്പത്ത്, ആടുമാടുകൾ, വസ്തുവകകൾ ഇതെല്ലാം അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. 20 കൊല്ലം കൊണ്ട് അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ്: ഞാൻ നിൻ്റെ അടുക്കൽ വന്ന ശേഷം ഞാൻ കാല് വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എത്ര പ്രാഗൽഭ്യത്തോടെ ഈ കാര്യം പറയാൻ പറ്റുന്നത്. യാക്കോബ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയെടുക്കാൻ പറ്റിയാൽ നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് എത്ര അനുഗ്രഹമാകും. നമ്മൾ സ്വന്തം ഒരു കുഴി കുഴിച്ചാൽ കുഴിക്കകത്തിരുന്ന് 90 കൊല്ലം ജീവിച്ച് തീരുന്നവരല്ലല്ലോ. ഒരു വീടോ കൂടാരമോ അടിച്ചാൽ കൂടാരത്തിനകത്തുനിന്ന് പുറത്തു വരാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി അതിനകത്തിരുന്ന് അവസാനിക്കുന്നവരല്ലല്ലോ. ഈ കാലഘട്ടം അതിന് ചേർന്നതല്ലല്ലോ. പിന്നെയോ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ജന്മനാട് വിട്ട് വളരെ ദൂരത്ത് മറ്റൊരു രാജ്യത്ത് നിങ്ങളുടെ ജീവിത സന്ധാരണത്തിനും മറ്റിതര കാരണത്തിനും വേണ്ടിയിട്ടൊക്കെ പോയിരിക്കുന്നവരായിരിക്കും ഇത് കേൾക്കുന്നവർ. ഈ നാട്ടിൽ തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു മുതലാളിയുടെ കൂടെ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒക്കെ ആയിരിക്കും. ഒരു സാധാരണ തൊഴിൽക്കാരനാണെങ്കിലും, ഒരു കമ്പനി ജീവനക്കാരനാണെങ്കിലും, ഒരു ഓഫീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും, ആരാണെങ്കിലും
പക്ഷെ ഒരു ആത്മീകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ വാക്യം മുഖവിലയായിട്ടെടുക്കാൻ പറ്റൂ? ഒരു വാശിക്ക് ആ വാക്യത്തെ മനസ്സിൽ സ്വീകരിക്കാൻ പറ്റൂ? അത് ജീവിതത്തിൻ്റെ ഒരു വലിയ ആധാരരേഖയാക്കി നിങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റൂ? എന്താണ് ആ വാക്യത്തിൻ്റെ ഉള്ളടക്കം? ഒന്ന്, ഈ വാക്യം പറയുന്നു, ഞാനൊരനുഗ്രഹമാണ്. ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ എൻ്റെ ദൈവം, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം എല്ലാത്തിനെയും മുടിച്ച് തീർക്കാൻ വേണ്ടി സംഹാരതാണ്ഡവമാണ്ടാൻ വേണ്ടി ഇരിക്കുന്ന ദൈവമല്ല, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിക്കാൻ ആ ദൈവത്തിന് ആരെങ്കിലും മുഖാന്തരമാകണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ചുമ്മാ ഇരിക്കുന്ന ഒരുത്തനെ വാരിക്കോരി അങ്ങ് അനുഗ്രഹിക്കുന്ന ഒരു നിലവാരമല്ല ദൈവത്തിൻ്റെ വ്യവസ്ഥ. ഈ പുസ്തകം വായിച്ചാൽ പലരും അനുഗ്രഹിക്കപ്പെടാൻ പല മുഖാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ അനുഗ്രഹിക്കപ്പെട്ടത് മറ്റ് ചിലർ നിമിത്തമാണ്. ഞാൻ എൻ്റെ ദൈവത്തിനൊരു മുഖാന്തരമാകുക എന്തിന്? ചിലരെ അനുഗ്രഹിക്കാൻ. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലുള്ളതെല്ലാം കൂടി കൊണ്ടുപോയി എൻ്റെ മുതലാളിക്ക് കൊടുക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം ജീവിക്കുന്നു. ഞാൻ കാലുകുത്തിയാൽ, ഞാൻ ആത്മാർത്ഥതയോടെ സഹകരിച്ചാൽ, എന്നോട് എന്തും ചെയ്യട്ടെ. ലാബാൻ തിരിച്ച് യാക്കോബിനോട് ചെയ്തത് അത്ര നല്ല കാര്യമൊന്നും അല്ലെന്നേ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പോളിസി എന്താണെന്നറിയാമോ? ഞാൻ ചെന്ന് നിൽക്കുന്നിടത്ത് എന്നെ ഇച്ചിരി ദുഃഖിപ്പിച്ചാലും കരയിപ്പിച്ചാലും വേണ്ടില്ല, ഞാൻ കാരണം ഒരുത്തൻ മുടിയരുത്, ഒരു കമ്പനിയും പൂട്ടിപ്പോകരുത്, അവൻ ഇല്ലാതാകരുത്, അവൻ്റെ നന്മകളെല്ലാം കൂടി തീരരുത്, അവൻ ജപ്തിക്കും കടത്തിനും വിധേയപ്പെട്ട് അവസാനം ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് നിൽക്കരുത്. എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. എന്നിൽ ദൈവം വാഴുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി നിന്ന് അവനെ മുടിച്ച് മുണ്ടക്കോല് വെപ്പിക്കുകയല്ല. യാക്കോബ് പറഞ്ഞ പോലെ നമുക്ക് പ്രാഗൽഭ്യത്തോടെ ഒരു 20 കൊല്ലം ഒരു സ്ഥാപനത്തിൽ നിന്നാൽ, ഒരു വീട്ടിൽ ജോലിക്ക് നിന്നാൽ, ഒരു മുതലാളിയുടെ ഡ്രൈവറായി നിന്നാൽ അത്രയൊക്കെ മതി. നമ്മൾ ആ വീട് എഴുതി മേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ എനിക്കൊരു ദൈവമുണ്ട്, ഷെയർ എഴുതി തരാമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയൊന്നുമല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ, ജോലി കിട്ടിയാൽ ദശാംശം എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട്. ഡിമാൻഡ് ചെയ്യാനൊന്നുമില്ല. നിനക്ക് കിട്ടേണ്ടതൊക്കെ ദൈവം തന്നോളും. പക്ഷെ നമ്മുടെ മനോഭാവം നല്ലതായിരിക്കണം. ഞാൻ കാരണം നീ വർദ്ധിക്കണം. ഒന്നുകൂടെ ആ പോളിസി ഞാൻ പറയാം. നിങ്ങൾ അടുത്ത ദിവസമോ ഇന്നോ ഇത് കേട്ടിട്ടോ എപ്പോഴാണെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ ഇന്നത്തെ ആളുകൾ അങ്ങനെയൊന്നും കാണത്തില്ല. പഴയ ആളുകൾ പറയുന്ന കാര്യമുണ്ട്. വിവാഹം കഴിച്ചൊരു പെൺകുട്ടി അന്യവീട്ടിൽ നിന്ന് ഭർതൃഗ്രഹമാവുന്ന തൻ്റെ ഭർതൃവീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പിണക്കമൊക്കെ മൂക്കുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ വന്നതിന് ശേഷം ഇവിടെ മുടിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ചിലരങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇല്ല കർത്താവേ, ഉൽപ്പത്തി 30:30 എൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായി ഞാൻ മുറുകെ പിടിക്കുക. യാക്കോബിൻ്റെ ജീവിതാനുഭവമാണ്. പക്ഷെ ബൈബിൾ എന്നോട് പറയുന്നു, ഞാനൊരനുഗ്രഹമാണ്. എൻ്റെ ദൈവം ഞാൻ നിമിത്തം ചിലരെ അനുഗ്രഹിക്കും. ഞാൻ കാല് വയ്ക്കുന്നിടത്ത്, ആ വാക്ക് അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ കാല് വെച്ചിടത്തൊക്കെയും, നീ കാല് വയ്ക്കുന്നിടം വെച്ചടി വെച്ച് ഉയരണം. അതിന് നമ്മളെ സെറ്റ് ചെയ്യണം, ഒരുക്കണം. ഈ വാക്യങ്ങളൊക്കെ കണ്ട് അത് വെച്ച് പ്രാർത്ഥിക്കണം. അതിന് തക്കവണ്ണം നമ്മളെ ചിന്തറിട്ട് നല്ല മുഴക്കോല് വെച്ച് അളവും തൂക്കവും ഒക്കെ മാന്യമായ രീതിയിൽ, ആത്മീയത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ, അങ്ങനെ ആയിരിക്കണം. ഞാൻ നിമിത്തം എൻ്റെ അപ്പൻ ദുഃഖിക്കരുത്, എൻ്റെ അമ്മ വിലപിക്കരുത്, എൻ്റെ കുടുംബം കടം കയറി എനിക്ക് വേണ്ടി ചിലവാക്കി നശിക്കരുത്, എൻ്റെ മുതലാളി ഞാൻ നിമിത്തം മുടിയരുത്, ഞാൻ ജോലിക്ക് നിൽക്കുന്ന സ്ഥാപനം ഉയർന്നു വരട്ടെ. നമുക്കവിടെ നിന്ന് സെൻഡ് ഓഫ് കിട്ടുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് അവർ പറയണം, ഈ ലാബാൻ പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് വിനീതമായി ഇത്ര നല്ല ദൈവത്തെ സേവിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിതരാകാം. ഇതുപോലൊരു ജീവിതം നമുക്കും ഈ ലോകത്തിൽ ഒരായുസേ ഉള്ളൂ. അതിൽ തന്നെ പകുതിയും മുക്കാലും അതിൻ്റെയും കൂടുതൽ നമ്മളിപ്പോൾ ജീവിച്ചു തീർത്തു. ഇനി കുറച്ച് നാളും കൂടി ഉള്ളൂ.
എന്തിനാ ഞാൻ നിമിത്തം മറ്റൊരുത്തൻ പൂട്ടി അടച്ച് തീരുന്നത്? നമുക്ക് ഈ കാര്യം വാശിയോടെ ഏറ്റെടുക്കാം. ഞാൻ നിമിത്തം, എൻ്റെ കാല് കുത്തുന്നത് നിമിത്തം, ഞാൻ ചെല്ലുന്നത് നിമിത്തം, എനിക്കൊരവസരം തന്നത് നിമിത്തം ഒരിടവും തകരരുത്. ഈ സഭയിൽ വിശ്വാസികളായിരിക്കുന്നവർ പോലും ഇത് ചിന്തിക്കണം. ഞാൻ ആയിരിക്കുന്ന സഭ ഞാൻ നിമിത്തം വർദ്ധിച്ചു വരണം. 2 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ആകെപ്പാടെ വിരലിലുണ്ടാവുന്ന 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനിവിടെ വന്നു, കർത്തദാസിന് കൈത്താങ്ങലായി, ദൈവമക്കളോട് സ്നേഹത്തോടെ ഇടപെട്ടു. ഞാൻ ആളുകളെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്നതിന് ശേഷം പറയാമോ ഞാനിവിടെ വന്നതിന് ശേഷം തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ കയറിയതിന് ശേഷം സഭ എത്രയായി പൊട്ടിയെന്ന് ചോദിച്ചാൽ ദൈവമുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഇപ്പം എത്രാമത്തെ സഭയാ ചാടി മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനും കണക്ക് പറയേണ്ടി വരും. ഈ വാക്ക് വെച്ച് ദൈവത്തോട് മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ കർത്തൃ ദിവസത്തിൽ ഞാൻ നിമിത്തം വർധനവേ ഉണ്ടാകാവൂ. മുടിയരുത്, തകരരുത്, കുറയരുത്, ഇല്ലാതായി പോകരുത്. കർശനമായി നമുക്ക് നമ്മളോട് പറയാം, നമ്മുടെ മനസാക്ഷിയോട് പറയാം, ഞാനൊരനുഗ്രഹമാകട്ടെ, ഞാൻ നിമിത്തം വർധനവുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉൽപ്പത്തി 30:30 പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു കാഴ്ചപ്പാട് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട് തന്നെത്താൻ ഒരു അനുഗ്രഹമാകാൻ, മറ്റുള്ളവർക്ക് വർധനവാകാൻ, ദൈവത്താൽ ഉയർത്തപ്പെടാൻ സമർപ്പിതരാകുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചേക്കണേ. അവർ നിമിത്തം അനേകരനുഗ്രഹിക്കപ്പെടട്ടെ. ഇല്ലാതായി പോകാനല്ല, വർദ്ധിച്ചു വരട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. യാക്കോബിനെ കൊണ്ടത് പറ്റിയെങ്കിൽ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത ഞങ്ങളാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.